സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ സലാറും ഡുങ്കിയും നേരും അക്വമാനും എല്ലാവരും കൂടി ബോക്സ് ഓഫീസിന് ഒരു ഒറ്റ ആഴ്ച കൊണ്ട് ഒരു പരിവാക്കിയതിനു ശേഷം ഇനി ഈ ഒരു മാസം അതായത് ജനുവരിയിലേക്ക് വരുമ്പോൾ നമുക്ക് 3 ആഴ്ച കൊണ്ട് കിട്ടാൻ പോകുന്നത് 6 പാൻ ഇന്ത്യൻ പടങ്ങളാണ്. ഈ ഒരു ലിസ്റ്റിൽ മിക്ക മൂവിയുടെയും ബഡ്ജറ്റ് 50 കോടിയുടെ മുകളിലാണ്. പ്ലസ് ഈ ഒരു ലിസ്റ്റിലെ മിക്ക സിനിമകളും ക്ലാഷ് റിലീസിനാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കാണാൻ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലെ ആദ്യത്തെ സിനിമ പ്രശാന്ത് വർമ്മ ഡയറക്ട് ചെയ്യുന്ന ഹനുമാൻ എന്ന മൂവിയാണ്. കുറെ അധികം ഡിലേസിന് ശേഷം ഈ സിനിമ റിലീസാകാൻ പോകുന്നത് ജനുവരി 12-നാണ്. 12 കോടി ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സിനിമ പ്രശാന്ത് വർമ്മയുടെ സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമാണ്. ആൻഡ് ഇതേ ദിവസം ജനുവരി 12-ാം തീയതി ഈ ഒരു സിനിമയുടെ കൂടെ ക്ലാഷ് റിലീസിന് വരാൻ പോകുന്ന മറ്റൊരു സിനിമയാണ് ശ്രീരാം രാഘവൻ ഡയറക്ട് ചെയ്ത് കത്രീന കൈഫും വിജയ് സേതുപതിയും പ്രധാന റോളിൽ വരുന്ന മെറി ക്രിസ്മസ് എന്ന സിനിമ. ശരിക്കും ഈ ഒരു സിനിമ ക്രിസ്മസ് റിലീസായി വരേണ്ടതായിരുന്നു. പക്ഷേ ക്രിസ്മസിന് സലാറും ഡുങ്കിയും പോലുള്ള വലിയൊരു സിനിമ ഉള്ളത് കാരണം ഈ ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രീപോണ്ട് ചെയ്യുകയായിരുന്നു. ആൻഡ് ഇപ്പോൾ ഈ ഒരു സിനിമ ജനുവരി 12-നാണ് റിലീസാകാൻ പോകുന്നത്. ഇതിന്റെ ട്രെയിലറൊക്കെ വളരെയധികം പ്രോമിസിംഗ് ആയിരുന്നു. ഒരു ഒറ്റ രാത്രി നടക്കുന്ന കഥയാണ് ഈ സിനിമയുടേത്. അതിനോടൊപ്പം തന്നെ ശ്രീരാം രാഘവൻ അന്താതൊന്നൊക്കെ ഡയറക്ട് ചെയ്ത ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്. ആൻഡ് ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റായി പറയുന്നത് 60 കോടിയാണ്. അടുത്തതായി ജനുവരി 12-ന് നടക്കുന്ന മറ്റൊരു സിനിമയാണ് ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമ. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്തുള്ള കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. ഈ ഒരു സിനിമ ട്രെയിലറൊക്കെ വേറെ ലെവലായിരുന്നു. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൺഫേം ആണ്. ആൻഡ് ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റായി പറയുന്നത് 50 കോടിയാണ്. ഈ 3 സിനിമകൾക്ക് ശേഷം ജനുവരി വരാൻ പോകുന്ന അടുത്തൊരു വലിയ സിനിമയാണ് നമ്മുടെ ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമ. ലിജോ ജോസഫ് പള്ളിച്ചേരിയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സിനിമ ബഡ്ജറ്റായി കണക്കാക്കുന്നത് 50 കോടിയാണ്. ഒരു പാൻ ഇന്ത്യൻ സിനിമ ആയതുകൊണ്ട് തന്നെ 5 ഭാഷകളിലും ഒരുമിച്ചാണ് ഈ സിനിമ റിലീസാകാൻ പോകുന്നത്. വന്ന ടീസറും പോസ്റ്ററും എല്ലാം വേറെ ലെവലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ കുറിച്ച് കുറെ അധികം പ്രതീക്ഷയുണ്ട്. എന്തായാലും ജനുവരി 25-നാണ് ഈ സിനിമ റിലീസാകാൻ പോകുന്നത്. ആൻഡ് ഇതേ ദിവസം റിലീസാകാൻ പോകുന്ന മറ്റൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ഹൃത്തിക് റോഷന്റെ ഫൈറ്റർ എന്ന പടം. സിദ്ധാർത്ഥ് ആനന്ദാണ് ഈ സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഹൃത്തിക് റോഷനോടൊപ്പം ദീപിക പതിക്കോടും അനിൽ കപൂറും ഈ സിനിമയിൽ പ്രധാന റോളിൽ വരുന്നുണ്ട്. 200 കോടിയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റായി കണക്കാക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിനെ ബേസ്ഡാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ആൻഡ് സിദ്ധാർത്ഥാണ് നമുക്കറിയാം വാറും പട്ടാനൊക്കെ ചെയ്ത ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലും കുറേയധികം പ്രതീക്ഷയുണ്ട്. ആൻഡ് ഈ 2 സിനിമകൾക്ക് ശേഷം അടുത്ത റിലീസാകാൻ പോകുന്ന മറ്റൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ചിയാൻ വിക്രത്തിന്റെ തങ്കലാൻ എന്ന സിനിമ. വലിയൊരു ബഡ്ജറ്റിൽ വരുന്ന ഈ സിനിമ മെയിനായി നോക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തിലുള്ള KGF-ലാണ്. ട്രെയിലറൊക്കെ വേറെ ലെവലാണ്. നല്ലൊരു മേക്കിംഗിൽ വരുന്ന പടമാണ്. അതുകൊണ്ട് കുറേയധികം പ്രതീക്ഷ ഈ സിനിമയിലും ഉണ്ട്. ആൻഡ് ഈ ഒരു സിനിമ റിലീസാകാൻ പോകുന്നത് ജനുവരി 26-നാണ്. അപ്പോൾ ഇന്നത്തെ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജനുവരി റിലീസാകാൻ പോകുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളോടാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.